മിനിഞ്ഞാന്നത്തെ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാനൊരു ഓഫറിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്നതിൻ്റെത്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഇന്നലത്തെ വീഡിയോയിലാണ് എന്തായാലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം നമുക്കത് പോയി കഴിക്കാൻ പറ്റിയില്ല. അത് നമ്മൾ ഇപ്പോൾ കഴിക്കാൻ പോവുകയാണ്. ഈ താജ്മഹൽ നാളെ അവധിയാണ് കേട്ടോ. അതൊക്കെ സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ നൂറുൽ ഇസ്ലാം എന്ന് പറഞ്ഞൊരു കോളേജിലാണ് പഠിച്ചത് കേട്ടോ, നാഗർകോവിൽ. അപ്പം അവിടെ എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടുണ്ട്, പ്രവീൺ എന്ന് പറയണ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ തമ്മിൽ കോൺടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ ഒരു വീഡിയോസ് കണ്ടതിന് ശേഷമാണ് അവൻ നമ്മളെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ അവൻ്റെ ഒരു ഓഫറാണ്, ഒരു ദിവസത്തെ ഫുഡ് അവൻ സ്പോൺസർ ചെയ്യാന്നുള്ളത്. നിർബന്ധിച്ച് പറഞ്ഞിടാ, ഇന്ന് ഉച്ചയ്ക്ക് നീ വണ്ടി നിർത്തണം, അതെ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇന്ന് നിങ്ങൾ ഫുഡ് പുറത്തുനിന്ന് കഴിക്കും, ഞാൻ ഫുഡ് പൈസ അയച്ചു തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ അന്ന് നമുക്ക് നിർത്താൻ പറ്റിയില്ല. അന്ന് നിർത്താൻ പറ്റാത്ത വേറൊന്നുമില്ല, നമുക്ക് അത്യാവശ്യം നല്ല ഒരു റെസ്റ്റോറന്റ് നമുക്ക് കിട്ടിയില്ല. അങ്ങനത്തെ ഒരു സ്ഥലം വഴിയല്ല, അങ്ങനത്തെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഹോം ഫുഡ് തന്നെയായിരുന്നു പ്രിഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നല്ലൊരു റെസ്റ്റോറന്റ്. അതെ, പ്രവീൺ അങ്കിളിന് താങ്ക് യു. പ്രവീൺ അങ്കിളിന് മാത്രമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ പഴയ ഫ്രണ്ട്സ് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുകയും ഒരുപാട് ഹെൽപ്പുകൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അതെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും താങ്ക് യു പറയുകയാണ് കേട്ടോ ഈ ഒരു അവസരത്തിൽ. പിന്നെ വീഡിയോ കാണുന്നവർക്കും താങ്ക് യു കേട്ടോ. വീഡിയോ കാണുന്നത് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഓരോന്നോരോന്നായിട്ട് വരാൻ നേരത്ത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. കാണിച്ചിട്ടേ എല്ലാവരെയും കൊതിപ്പിച്ചിട്ടേ കഴിക്കത്തുള്ളൂ. അതെ, ഹോട്ടലിൻ്റെ ആംബിയൻസും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം, ഫുഡ് എല്ലാം കാണിച്ചു തരാം, കൊതിപ്പിച്ചിട്ടേ കഴിക്കുള്ളൂ. ഓക്കെ ഓക്കെ. സ്റ്റാർട്ടർ നമ്മൾ പനീറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ചിക്കൻ ആയിരുന്നല്ലേ, സോറി, ചിക്കൻ ടീക്ക. കൊള്ളാവോടാ? നൈസാണോ? കഴിക്ക്, നോക്കട്ടെ. അത് ഫുള്ളങ്ങ് അടിച്ചിട്. അത്ര. അടുത്തത് നമുക്ക് സൂപ്പ് വന്നിട്ടുണ്ട്, ചിക്കൻ സൂപ്പാണ്. ലസ്സി എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഇത് ഇടക്കിടയ്ക്ക് ഇതിനെക്കുറിച്ച് ഇടക്കിടയ്ക്ക് നമ്മളെന്നെ കളിയാക്കാറുണ്ട്, മൈൻഡ് ചെയ്യണ്ട. പക്ഷേ മുട്ടൻ ഗ്ലാസ്. അടുത്ത സ്റ്റാർട്ടർ ഐറ്റം വന്ന് പേര് കിട്ടിയട്ടാ, ദൈക്കി കബാബ്. അതാണ് സംഭവം. വെളിയിൽ നല്ല ഇപ്പം പിടിയിട്ട് ബ്രെഡിൻ്റെയും നമ്മുടെ ഉഴുന്നുവടയുടെയും കൂടെ നടുക്കിരിക്കുന്ന ടെക്സ്ചറും ടേസ്റ്റും, പിന്നെ ഇതിനകത്തിരിക്കുന്നത് ഏകദേശം ചട്നിയുടെയും സോസിൻ്റെയും നടുക്കിരിക്കുന്നൊരു സാധനം അല്ലേ. സംഭവം വെറൈറ്റി. ഇതിനകത്ത് ബട്ടറിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട് അല്ലേ? ബട്ടറല്ലേ സാധനം? അത് റോസ്റ്റ് സംഭവം യെസ്, അതാണ് സംഭവം. കൊള്ളാം. നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട്, സ്റ്റഫ്ഡ് നാനും ബട്ടർ നാനും, പിന്നെ നമ്മുടെ കടായി പനീറും കേട്ടോ. ഫസ്റ്റ് പനീറിൻ്റെ റിവ്യൂ. ഞാനിപ്പോൾ ഇവിടെ മുറിച്ച് നോക്കി. അപ്പം മുറിച്ചപ്പോഴേ നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരണമെന്നൊരാഗ്രഹം. ഇതാ നോക്കിക്കോ. ചിലപ്പോൾ ഇതായിരിക്കും ഇവിടെ ഒറിജിനൽ പനീർ. നമ്മളെ നാട്ടിൽ കിട്ടുന്നത് മറ്റേ ഫ്രോസൺ പനീറൊക്കെ ആയതുകൊണ്ട് ചിലപ്പം വേറെ ടെക്സ്ചർ വരുന്നതായിരിക്കും. അപ്പം ഒറിജിനൽ പനീർ ഏകദേശം ഇങ്ങനെയാണ് കേട്ടായിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ വെച്ച് കഴിച്ച പനീർ ഫുള്ള് നല്ല കട്ടി കാണുവേ. അപ്പം ഇതെന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് പുതുപുതാന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതായിരിക്കും പനീറിൻ്റെ ഒറിജിനൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. നമ്മളപ്പോൾ ഇത്രയും നാൾ കഴിച്ചത് പനീറല്ല. ഐ മീൻ ഏതാ? അത് മാത്രമല്ല, നമ്മളവിടെ വരുന്നത് ഫ്രോസൺ അല്ലേ. ഫ്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റ് ചെയ്യാൻ നേരത്ത് മിക്കവാറും ടെക്സ്ചർ മാറുന്നതായിരിക്കും. അപ്പം പനീറിൻ്റെ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, ഇനി ഞാൻ ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചിട്ട് പറഞ്ഞുതരാം. അടിപൊളി. പക്ഷേ ഈ ടേസ്റ്റിനെയൊക്കെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞോളേ അല്ലേ? അതെ, ഇത് നാനാണ് സംഭവം. നാനിനകത്ത് സ്റ്റഫ് ചെയ്ത് വരുന്നതാണ്. അകത്തുള്ള ഒരു പൊട്ടറ്റോയുടെയും സ്പൈസസിൻ്റെയും ലെയർ ഉണ്ടല്ലോ, ആ ലെയർ പക്ക ഒരു സിംഗിൾ ലെയർ കണക്ക് നല്ല അടിപൊളി. എന്താ പറയുക, ഒരുപാടില്ല, രണ്ടും ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. പനീറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, രക്ഷയില്ല. സോ ആ ഒരു ടെക്സ്ചർ ഇവിടെ നമ്മുടെ ബാക്കിൽ കുരങ്ങനുണ്ട് കേട്ടോ, അവിടെ കാട്ടിൽ കുരങ്ങനൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. സംഭവം കൊള്ളാം. പിന്നെ നമ്മൾ മലയാളികളുടെ ടേസ്റ്റ് ബഡ്സിന് ഈ ഒരു മസാലയുടെ ഒരു ഇത് ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. കാര്യം ഇത്
അത്ര സ്പൈസി അല്ല അല്ലേ? പക്ഷേ മറ്റേ കോറിയണ്ടർ മല്ലിയിലയുടെയും പിന്നെ ആ ഒരു മല്ലിയിലയുടെ ടേസ്റ്റും മറ്റേ ഇതിൻ്റെ പനീറിൻ്റെ ടേസ്റ്റും പിന്നെ വേറെ എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, ക്യാപ്സിക്കത്തിൻ്റെയാണ്. ക്യാപ്സിക്കം ബട്ടർ ഇതിൻ്റെയും കൂടെ ഒരു ടേസ്റ്റാണ് മുമ്പിൽ നിൽക്കുന്നത്. നമ്മളവിടെ ഉള്ള ഒരു മസാല പനീർ ബട്ടർ മസാലയും നമ്മളവിടെ പറയാൻ നേരത്ത് മസാലയായിരിക്കും മുമ്പിൽ ഇരിക്കുന്നത്. അതല്ല ഇവിടെ വേറൊരു ടേസ്റ്റാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. ഇര വിഴിങ്ങണ കായിപ്പോടെ ഫുഡ് ഓവറായിപ്പോയി, ഇത്തിരി ഓവറായി. നമ്മള് ആന്നാതെ ഈതൊരു പനീർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഈത് എന്താ ഒരു പ്ലേറ്റ് നമ്മൾ ഒരു പ്ലേറ്റ് മറ്റേ പനീർ ബട്ടർ മസാല എന്തായാലും സാധനം മേടിച്ചില്ലേ, അതിൻ്റെ മുക്കാൽ. കാരണം എന്തുവാ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പനീർ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് കാരണം. പിന്നെന്താ അത് പണ്ടത്തെ കഥയുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഇതിന് പനീർ കാണാൻ നേരത്തെ പറയും, അയ്യോ എനിക്ക് പനീർ വേണ്ട, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയും. അപ്പം ഞാൻ ഒരിക്കൽ അവൻ്റെ അടുത്ത് പറഞ്ഞ്, അവനെ ഇത് പനീറല്ല മുട്ടക്കറിയാണെന്ന്. ആണാ എന്നും പറഞ്ഞ് ഒരു മുട്ടക്കറി ആ സാധനം മൊത്തം വരും തിന്ന്. അപ്പോൾ അവനതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് പിന്നെ പനീർ എവിടെ കണ്ടു കഴിഞ്ഞാലും വിടൂല, പനീർ ഭയങ്കര ഇഷ്ടമാണ്. എനിവേയ്സ് നമ്മളിതെല്ലാം കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വയറ് സ്റ്റഫായി. നമ്മൾ കുറേ നാളായിട്ട് ഡയറ്റിങ്ങിലായിരുന്നു അല്ലേടി. എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിലിപ്പോൾ സ്ഥലമില്ല, വയറ് ചുരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ഫുഡ് കഴിക്കാൻ നേരത്തെ വയറ് നിറയും. ആ വയറ് ആ കപ്പാസിറ്റി, അതെ ആ കപ്പാസിറ്റിയുടെ ഡബിൾ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതാണ് ഉത്തരവാദിത്വം. അവൻ്റെ വയറ് നിറഞ്ഞ് എന്നാലും അവൻ കഴിക്കും. ഫുഡിനെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. പറഞ്ഞാണെങ്കിൽ സത്യം പറഞ്ഞാൽ വയറ് നിറഞ്ഞ് ഇവിടെ തന്നെ ഈ സോഫയിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റിയെങ്കിൽ റൂം വരെ കയറാൻ പോലും വയ്യാത്ത അവസ്ഥയിലായിപ്പോയി. നല്ല ഫുഡ്, നല്ല അടിപൊളി ഫുഡ്. കൊടുത്തു എല്ലാവരും കഴിച്ചോ പനീർ. ഇനി ആർക്കും പനീർ തന്നില്ല എന്ന് പറയരുത്. ഇത് സംഭവം ഇവിടെ ഇത്തിരി പോഷായിട്ടുള്ളൊരു ഹോട്ടലാണ്, റെസ്റ്റോറൻ്റ് ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ടീമുകളൊക്കെ അത്യാവശ്യം ഇതുള്ളത്. പിന്നെ മെനുവിൽ നോക്കിയപ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെയും പ്രൈസ് ഇച്ചിരി ടോപ്പിലായിരുന്നു. പിന്നെ ഒരു ദിവസമെങ്കിലും നമ്മൾ ഇതേണൊക്കെ ലാവിഷാക്കട്ടെ. അതെ. അപ്പം നമ്മൾ ഇത്രയും നാൾ സേവ് ചെയ്ത പൈസ മൊത്തം ഇന്നൊരു ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞൊക്കെ നമ്മുടെ ഫ്രണ്ട് കുറച്ച് പൈസ തന്നിട്ടുമുണ്ട്. അപ്പം വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്ത് ഏകദേശം എത്ര രൂപ ആയി എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എൻ്റെ വണ്ടി ആദ്യമായിട്ടാണ് ഗൈസ് വാലെ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമ്മൾ ഇന്ന് കഴിച്ച ഫുഡ് എല്ലാം കൂടെ മൊത്തം 1950 രൂപ ആയിട്ടുണ്ട് കേട്ടോ. 2000 രൂപയ്ക്ക് 50 രൂപയുടെ കുറവ്. ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ ആഗ്രയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഗ്രയിൽ നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ എടുക്കുന്നത്. അമ്മയും അതും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഹോട്ടൽ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ നിന്നത്, ഹോട്ടൽ സിറ്റി സ്ക്വയർ. ആ കാണുന്നാണ്ട് ആ ജനൽ തുറന്നിട്ടിരിക്കുന്ന റൂമില്ലേ, അതാണ് നമ്മുടെ റൂം. നമ്മൾ ഇന്ന് ഫുഡ് കഴിച്ചതാണ്ട് ഇവിടെ ടിൻഡ് ബലൂച്ചി എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. ഈ റൂമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വണ്ടി കാണാം. ഇതേ കിടക്കുന്ന സോളൂട്ടൻ. നമ്മളപ്പോൾ കറങ്ങാൻ പോകുന്നത് താണ്ട ഈ ആട്ടയിലാണ് കേട്ടോ. പിള്ളേർ രണ്ടുപേരും ഓൾറെഡി കയറി സീറ്റ് പിടിച്ച് നമ്മൾ താണ്ട കാർ ഇവിടെ തന്നെ കിടപ്പുണ്ട്. കാർ ഇവിടെ കിടക്കട്ടെന്ന് വിചാരിച്ചു. നമുക്ക് ആട്ടയിൽ പോകുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. നമ്മൾ ആൾറെഡി പ്രൈസൊക്കെ പറഞ്ഞ് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഈ സിറ്റി നമ്മൾ കുറേ ഡെസ്റ്റിനേഷൻസ് പറഞ്ഞു. അപ്പോൾ അവിടെ എല്ലാം കൂടെ കറങ്ങി തിരിച്ച് വരുന്നതിന് 600 രൂപയാണ് റേറ്റ് പറഞ്ഞത്. പിന്നെ അതിൽ കൂടുതൽ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അപ്പോഴിടി കൊടുക്കാം, കുഴപ്പമില്ല. സംഭവം നമ്മൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ 2 സ്ഥലങ്ങൾ ഇന്നില്ല. ഏതൊക്കെയാണ്? നമ്മുടെ അക്ബറിൻ്റെ ഖബറടക്കം അടക്കിയിരിക്കുന്ന സ്ഥലവും ഇല്ല, നമ്മുടെ താജ്മഹലും ഇല്ല. അവിടെ 2 നാളെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ വേറെ കുറച്ച് സ്ഥലങ്ങളിലാണ് പോകുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ബൈ നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ മെട്രോ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. തേരാപാര പോകുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ പാർക്ക്, ഇഷ്ടംപോലെ പാർക്ക് ഏരിയാസ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വെയിലത്ത് വന്നിരിക്കാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും ക്ലൈമാറ്റ് ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ വന്നിരിക്കാം. പിന്നെ അത്യാവശ്യത്തിന് പാർക്കിംഗ് ഉണ്ട്, അത്യാവശ്യത്തിന് നല്ല വൃത്തിയും ഉണ്ട്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. നമ്മൾ ആദ്യമേ കാപ്പ് കുടിക്കാനായിട്ടാണ് പോകുന്നത്. ഞാനും ഈതനാണ് സൈഡിൽ ഇരിക്കുന്ന. ഇത് വലിയ കുട്ടിയായി 2 മതാമകൾ.
ഫോറിനേഴ്സാ. ഞങ്ങൾ വാർക്കാരും. നമ്മളങ്ങനെ കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത് ആഗ്ര വരെ വന്നിട്ട് സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ് കാപ്പുടിക്കുക. അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് 7ാമത്തെ ദിവസമാണ്. എന്തെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്രയും ദിവസം മാറി നിന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഫുഡ് ഇഡ്ഡലി മിസ് ചെയ്യണം. ഇഡ്ഡലി ദോശയൊക്കെ ഇഡ്ഡലി ഗർഭ വട ഗർഭ. അതുകൊണ്ട് നമ്മള് സത്യം ഇതിനകത്ത് വന്ന് കേറിയിട്ട് ആ സ്മെല്ല് മസാല ദോശയുടെയും വടയുടെയൊക്കെ. പക്ഷെ ഒരു സംഭവം ഉണ്ട്, ഓർമ്മ ഇവിടെ സെയിൽസിന് നിൽക്കുന്നൊക്കെ ഹിന്ദിക്കാരാണ്. അതുകൊണ്ട് ഇനി വടരയൊക്കെ നോർത്ത് ഇന്ത്യൻ വെർഷൻ ആണോ കിട്ടാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. കുക്കിന് അറിയാൻ വയ്യല്ലോ, അറിയത്തില്ലല്ലോ. സെയിൽസിന് നിൽക്കുന്നത് ഹിന്ദിക്കാരാണ്. ഓക്കെ, അപ്പം ഈദന് മസാല ദോശ വേണമെന്ന് പറഞ്ഞ് നമ്മൾ മസാല ദോശയും മേടിച്ചു. ആ രണ്ടും മേടിച്ചു. എല്ലാം വേണം. ഓക്കെ, ആ ശരി. അപ്പം നമ്മൾ അതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുഡ് വരട്ടെ. സോ മസാല ദോശ വന്നു, സാമ്പാർ ചട്നി വന്നു, ഇഡ്ഡലി വന്നു. ഇഡ്ഡലി അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഹിയർ ഈസ് മൈ ഹാൻഡ് ഫോർ കമ്പാരിസൺ. അപ്പം ഇത് നോർമലല്ല, ചെറുതാണ്. നമ്മളവിടെ ആര്യസി കിട്ടുന്ന വെച്ച് നോക്കാൻ നേരത്ത് ചെറുതാണ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോർത്താണോ സൗത്താണോ എന്ന് ഞാൻ പറയാം കേട്ടോ. വടയാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നമ്മൾ വിചാരിച്ച ഷേപ്പ് ഒക്കെ ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. ഞാൻ കഴിച്ചു. ഇഡ്ഡലി ഉഴുന്ന് ശകലം കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷെ നൈസാണ്. ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ നേരത്ത് പൊളി. സോഫ്റ്റ് അത്രയും ഉഴുന്നുള്ളതുകൊണ്ട് നമ്മൾ നോർമലി ചില കടയിൽ പോയി ഇഡ്ഡലി കഴിക്കുമ്പോൾ ഭയങ്കര കട്ടിയായിരിക്കണല്ലേ, നല്ല സോഫ്റ്റ്. അപ്പം ഉഴുന്ന് അത്രയും. മസാല ദോശ സംഭവം നൈസ്. അപ്പം ഏകദേശം സൗത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. സാമ്പാറിനെ കുറിച്ച് എന്താ പറയണമെന്ന് പറഞ്ഞു. സാമ്പാറിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. ക്യാപ്സിക്കം ഇട്ട സാമ്പാറിന് ക്യാപ്സിക്കം ഞാൻ ആദ്യമായിട്ടാണ് ക്യാപ്സിക്കം ഇട്ട സാമ്പാർ കാണുന്നത്. ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ വലിയ പരിപ്പ് അതിൻ്റെ ഒരു മാത്രമുള്ള ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. പിന്നെ എല്ലാത്തിൻ്റെ റേറ്റ് എനിക്ക് തോന്നുന്നു ആഗ്ര ഒരു ടൂറിസ്റ്റ് സിറ്റി ആയതുകൊണ്ടായിരിക്കട്ടെ അതിൻ്റെ റേറ്റ് ഇത്തിരി കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മൾ ഫുഡ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അതിനകത്ത് കയറാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇന്ന് ഫ്രൈഡേ വന്നത് കൊണ്ടാണോ അറിയത്തില്ല, തിരക്ക് കുറവാണ് മിക്കവാറും. അത് നിങ്ങൾക്കൊരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാമേ. എങ്ങനെയുണ്ട് അപാര ലുക്കല്ലേ, അതും ഈ ഒരു സണ്ണി വെതറിൽ ക്ലിയർ സ്കൈ പൊളി. അകത്തോട്ട് കയറാൻ നേരത്തെ ഇതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ കാണാൻ കേട്ടാ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. സോ അക്കോർഡിംഗ് ടു വിക്കിപീഡിയ 1565 നമ്മുടെ അക്ബറാണ് ഈ ഒരു ആഗ്ര ഫോർട്ട് നിർമ്മിച്ചത് കേട്ടോ. ഇത് നമ്മുടെ റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള നിർമ്മിതിയാണ്. പിന്നെ ആ കാണുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും. പിന്നെ ഇഷ്ടിക, പിന്നെ ഈ കല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഹ്യൂമിയൂൺ എന്ന് പറയുന്ന ഒരു എംപറർ ഉണ്ടല്ലോ, പുള്ളിക്കാരനെ ക്രൗൺ ചെയ്തത്, അതായത് കിരീടധാരണം ആ സംഭവം നടത്തിയത് ഈ ഒരു ഫോർട്ടിലാണ് എന്നാണ് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം സംഭവം ആർക്കിടെക്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. നല്ല അടിപൊളി ഫൈൻ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരുപാട് ഒരു സ്ട്രക്ചർ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ നടുക്കൊക്കെ നല്ല ഇഷ്ടം പോലെ ഗ്രീനറീസും ട്രീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അടിപൊളിയാണ്, നല്ല രസമാണ് മൊത്തത്തിൽ വൈബ്. പിന്നെ നമ്മൾ വന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നമ്മൾ കൂടുതലും ഈ കോറിഡോർ പിടിച്ചാണ് നടന്ന് പോകുന്നത് കേട്ടോ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് താജ്മഹൽ കാണാൻ പറ്റത്തെന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ മുഖത്തോട്ട് നോക്കി ഇപ്പൊ ഒരു സന്തോഷമില്ലേ? ക്യാമറയിൽ കാണാൻ പറ്റുമോ? ദൂരെ അവിടെ താജ്മഹലുണ്ട് കേട്ടോ. ഈ ഷാജഹാന്റെ മകൻ ഷാജഹാനെ പിടിച്ച് ജയിലിൽ കിട്ട സമയത്ത് താജ്മഹലിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ആ ഒരു സംഭവം താജ്മഹൽ പുള്ളിക്കാരൻ്റെ തടവാണ്. പുള്ളിക്കാരൻ്റെ റൂമിലിരുന്ന് കാണാൻ പറ്റുമായിരുന്നു എന്നാണ് ഒരിത്. അപ്പം ഈ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും മിക്കവാറും പുള്ളിക്കാരൻ്റെ റൂം. ഈ ഒരു കെട്ടിടത്തിൻ്റെ പണ്ടത്തെ ഒരു ഇൻറ്റീരിയറിൻ്റെ ഏകദേശ രൂപം നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ എന്ത് കളർഫുള്ളായിരുന്നു എന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതിൻ്റെ ഒരു ഒറിജിനൽ സമയത്ത് കെട്ടിയിരുന്ന സമയത്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിരുന്നു എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ.
ഈ ഒരു റൂമിൽ കുറച്ച് ഭാഗത്ത് എന്തായാലും സ്റ്റോൺസ് ഒക്കെ അതേ കണക്ക് തന്നെ ഉണ്ട് കേട്ടോ. പക്ഷെ കളർ ഭംഗിയിട്ടുണ്ട് എന്നാലും. ഗൈസ് നല്ല വെയിലാണ് ഗൈസ്. ഞങ്ങൾ ഇരിക്കുന്നത് തന്നെ നല്ല ചൂടുള്ള സ്ഥലത്താണ്. കുറച്ച് കഴിയുമ്പം ഫ്രൈഡ് മണമൊക്കെ വരും. ഇതെന്താ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു. നമ്മൾ ആകെ ഇത്രയുള്ള ഒരു ബോട്ടിൽ വെള്ളമായിട്ടാണ് വന്നത്. പക്ഷേ നമ്മൾ ഈ സമയത്ത് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരുപാട് വെള്ളം കൊണ്ടുവരിക. ഇഷ്ടംപോലെ വെള്ളം കൊണ്ടുവരണം. നമുക്ക് നല്ല ദാഹിക്കും. അതിന് നമ്മുടെ നല്ല ചൂട് കേട്ടോ. അതിന് ഇരുന്ന് കഴിഞ്ഞാൽ പക്ഷെ വേറൊരു സംഭവം എന്താണെന്നറിയാമോ? ഇത്ര മനോഹരമായിട്ടാണ് ആഗ്ര ഫോർട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെങ്കിലും ആഗ്ര ഫോർട്ടിൽ വന്നിട്ട് എല്ലാവരും നോക്കുന്നത് ജനലിൽ കൂടെ താജ്മഹലാണ് അല്ലേ? ഈ ഒരു കെട്ടിടത്തിൻ്റെ ഒരു ലുക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഇതായിരിക്കും മിക്കവാറും നമ്മുടെ രാജസഭ അല്ലേ? നമ്മുടെ രാജാവതയുടെ ആ ഒരു ഭാഗത്തിരിക്കുന്നു. ഈ മന്ത്രിമാരും ബാക്കിയുള്ള ടീമുകളെല്ലാം കൂടെ ഇവിടെ നിരന്നിരിക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു സെറ്റപ്പ് ഞാനിവിടെ മണക്കുന്നുണ്ട്. നോക്ക്, കറക്റ്റല്ലേ? ആ രാജാവിന് ഇരിക്കാൻ പറ്റിയ ഒരു കിടുതാപ്പുണ്ട് അവിടെ. ഇതിൻ്റെ ഫ്രണ്ടിൽ ബാക്കിയുള്ള ടീമുകളെല്ലാം അവിടെ ഇങ്ങനെ വന്നിരുന്ന് സാർ ഇവിടെ വെള്ളമില്ല സാർ എന്നൊക്കെ പറയുന്നു. ആ ഒരു സെറ്റപ്പിന് പറ്റിയ ഒരു കെട്ടിടമാണ് ഈ കാണുന്നത്. ഇത് തന്നെ ആയിരിക്കും ഗായ്സ്. ഒരു പീരങ്കി കണ്ടുപിടിച്ചു ഗൈസ്. ഇത് മിക്കവാറും ലോങ് റേഞ്ച് മിസൈൽ വല്ലതും ആയിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ അകത്തോണ്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ആഗ്ര ഫോർട്ട് കണ്ടിറങ്ങി. ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹൽ കണ്ടു. നാളെ പോയി നേരിട്ട് കാണണം. അതെ അതെ അതെ, കൊള്ളാം കേട്ടോ. വെറൈറ്റി ആ ഒരു സമ്മതിച്ചു കൊടുക്കണം. ആ ഒരു സമയത്ത് ഇത്രയും കെട്ടണം. ബാക്കിലോട്ട് പോയി ചിന്തിച്ചു പോകുന്നു. ഇപ്പൊ ഇത്രയും സൗകര്യം, അന്നത്തെ സൗകര്യങ്ങളിൽ ഇത് എങ്ങനെ. അതെ ഗ്രേറ്റ്. ഓക്കെ, ഈ എൻട്രൻസ് കാണാൻ നേരത്ത് താജ്മഹലിൻ്റെ എൻട്രൻസുമായിട്ട് ചെറിയ സാമ്യമൊക്കെ ഉണ്ടല്ലേ? ഇത് മിനി താജ്മഹൽ എന്നറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഗൂഗിളിൽ പഠിച്ചത്. ആ ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേര് ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് വീണ്ടും വിക്കിപീഡിയയിൽ തപ്പിയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. പറഞ്ഞത് കണക്കൊക്കെ തന്നെ അല്ലേ? ഒരു ബേബി താജ്മഹലിൻ്റെ ലുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മാർബിൾ കൊട്ടാരം തന്നെയാണ്. അതേ കണക്കത്തെ ചിത്ര പണികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട് കേട്ടോ അതിനകത്ത്. ഇതിനകത്ത് കയറാൻ നേരത്ത് ഷൂ ഇടാൻ പാടില്ല. മറ്റേ എന്തെങ്കിലും ഒരു സംഭവം ഇട്ടിട്ട് വേണം അകത്ത് കയറാൻ. മറ്റേ ആ ഒരു താജ്മഹലിൻ്റെ സെയിം ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. അതായത് 4 സൈഡും മറ്റേ ആ ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, ആ ഒരു എൻട്രൻസ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. 2 സൈഡ്, ഈ 3ാമത്തെ സൈഡ്, അതേ കണക്ക് അപ്പുറ സൈഡും കാണും. ആ ഒരു എൻട്രൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു ഈ പീസൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ കോർണറിൽ താജ്മഹലിനകത്താണെങ്കിൽ ഒരു പില്ലറും കൂടെ കാണും. അതാണെന്ന് തോന്നുന്നൊരു വ്യത്യാസമുള്ളത്. പിന്നെ സൈസ് ഓബിയസ്ലി. പിന്നെ ഏറ്റവും മുകളിലുള്ള ആ ഒരു സംഭവത്തിൻ്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പ് അല്ല ഇതിനകത്ത്. ഇത്രയും നല്ലൊരു കെട്ടിടം ഇവിടെ ഉണ്ടായിട്ടും നമ്മുടെ കൂടെ ഉള്ള അതെ പിള്ളേരുടെ അട്രാക്ഷൻ ഇതാണ്. കുരങ്ങനും അണ്ടാനും വെള്ളം കുടിക്കുന്ന കുരങ്ങൻ, പട്ടിയിൽ അത്രയുള്ള കുരങ്ങൻ എന്ന് പറഞ്ഞാണ് ഇവിടെ രണ്ടുപേരും എൻജോയ് ചെയ്തത്. അതാണ് ഇവിടെ നിന്നുള്ള യമുന നദിയുടെ വ്യൂ ഇതാണ്. പക്ഷേ സ്മൃതിയുടെ സങ്കല്പത്തിലുള്ള യമുന നദി ഇങ്ങനെ അല്ല. അവളൊരു ഭാരതപ്പുഴയോ ഗംഗാ നദിയോ പോലെ എന്തിനാണ് ഉദ്ദേശിച്ചത്. അപ്പം ഇതിൻ്റെ പേര് ഉത്മത്ത് ഉദ്വാല എന്നോ എന്തൊക്കെ കൊണ്ടാണ് കേട്ടോ എൻ്റെ വേർഡ്. എൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിഞ്ഞൂടാ. ഇതും ഒരു ടോംബ് തന്നെയാണ്, അതായത് ഒരു ശവകുടീരം തന്നെയാണ് ആരുടെയോ. എന്തായാലും കൊള്ളാം കേട്ടോ, അടിപൊളി. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു ഇതിൻ്റെ ആ ഒരു സൈഡിൽ. യമുന നദിയുടെ കരയിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് കാറ്റും കൊണ്ടിരിക്കാം. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ആസ് യു ക്യാൻ സി ഇവിടെയൊന്നും ഒരു മനുഷ്യനും ഇല്ല. അപ്പം താജ്മഹൽ, ആഗ്രയിലോട്ട് താജ്മഹൽ കാണാൻ വരുന്നവർ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടെ വന്ന് കാണുക. ഇതിപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണോ ഈ തിരക്ക് കുറവ് എന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വെള്ളിയാഴ്ച വരുന്നതായിരിക്കും നല്ലത്. വെള്ളിയാഴ്ച വന്നിട്ട് താജ്മഹൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കണ്ടതിന് ശേഷം ശനിയാഴ്ച പോയി താജ്മഹൽ കാണാം. അതാ വന്നിരുത്ത് ഇതെല്ലാം അത്യാവശ്യം തിരക്ക് കുറഞ്ഞ് കാണാനും പറ്റും. ശനിയാഴ്ച നമുക്ക് താജ്മഹലും കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് നന്നായിരിക്കും. അല്ലെങ്കിൽ വ്യാഴവും വെള്ളി അങ്ങനെ 2 ദിവസം വരിക, അത് നൈസായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ അങ്ങനെ കണ്ടു. നമ്മളിനി തിരിച്ചിറങ്ങുകയാണ്. അടുത്തതിനി എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, നോക്കാം. അവിടെ നമ്മൾ നേരെ പോയത് മേത്താബാഗ് എന്ന് പറയുന്ന ഒരു പാർക്ക് ഏരിയയിലേക്കാണ്. നല്ല ആവശ്യം പോലെ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല തണലും തണുപ്പും ഉണ്ടായിരുന്നു.
ബാക്കിയുള്ള സ്ഥലങ്ങൾ പോലെ അത്ര വെള്ളം കുടിക്കേണ്ടി വന്നില്ല. ഇവിടെ നിന്ന് നമ്മുടെ താജ്മഹൽ നല്ല അടിപൊളിയായിട്ട് കാണും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ തിരക്ക് തീരെ കുറവായിരുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. എന്നാലും വളരെ വൃത്തിക്ക് സമാധാനത്തിൽ നിന്ന് താജ്മഹൽ കൺകുളിർക്കെ കാണാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഇവിടെ കേട്ടോ. അപ്പം ഇത് യമുനയുടെ അക്കരക്കരയിലാണ്. യമുനയുടെ ഇക്കരക്കരയിൽ താജ്മഹലിൽ ഒരു ബ്ലാക്ക് താജ്മഹൽ പണിയാനായിട്ട് നമ്മുടെ അക്ബറിന് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ല ഷാജഹാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനമാണെന്ന് തോന്നുന്നു ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ആ താജ്മഹലിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ആ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ അതും കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ക്യാമലിൻ്റെ പുറത്ത് കയറാനൊരാഗ്രഹം. പിന്നെ കുട്ടികളെ ഒറ്റയ്ക്ക് കയറ്റാൻ പറ്റില്ലല്ലോ, സ്മൃതിനെയും കൂടെ തള്ളി നമ്മളതിനകത്ത് കയറ്റിയിട്ടുണ്ട്. ആദ്യമൊക്കെ ഒന്ന് സ്ട്രഗിളൊക്കെ ചെയ്തെങ്കിലും ആൾ പിന്നെ സ്മൂത്തായിട്ട് കയറി ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് പോയി ഒരു റൈഡൊക്കെ ചെയ്തിട്ട് വന്നു. ആദ്യത്തെ റൗണ്ട് സ്മൃതിയും ആദവും കൂടെയാണ് പോയത്. ആ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഓഹോ ഇതിപ്പം താഴെ വീഴുമെന്ന്. ബട്ട് ഭാഗ്യത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവരൊരു കുറച്ച് ദൂരം ഒന്ന് റൗണ്ട് അടിച്ചിട്ട് തിരിച്ച് വരുന്നൊരു ദൂരമാണ് ഇതിൽ പോയത്. ഇത് ഒരു റൈഡിന് 200 രൂപയാണ് അവർ മേടിച്ചത് കേട്ടോ. അതായത് ഇപ്പോൾ 2 പേര് ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെ റൈഡ് പോകുന്നതിന് 200 രൂപ. അപ്പോൾ മൊത്തത്തിൽ 400 രൂപ അവർ മേടിച്ചു. വർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ബട്ട് അതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് പോയത്. അവിടുത്തെ ഒരു താലി മീലാണ് ഓർഡർ ചെയ്തത്. കുറച്ച് ബിരിയാണിയും ബട്ടർ നാനും പിന്നെ ഈ കുറേ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങിനും കാര്യങ്ങളുമായിട്ടൊക്കെ പോയി. പിന്നെ കുറേ വെള്ളം കുടിച്ചു. എന്തായാലും അതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മളുടെ ആഗ്രയിലുള്ള ഫുള്ള് കറക്കവും കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച്, ഈദിന് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച്. ഇല്ലല്ല, ഈദിന് മാത്രമാണ് സ്വീറ്റ്സ് മേടിച്ചത്. ആദ്യ ചേച്ചിക്ക് കൊടുക്കൂല, അല്ലേ? കൊടുക്കും. അതെ അതെ. അപ്പം സ്വീറ്റ്സ് മേടിച്ച് പിന്നെ അളിയന്മാർക്ക് 2 പേഴ്സും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ മേടിച്ചേട്ടാ. നമ്മൾ റൂമിൽ പോകാൻ നേരത്ത് റൂമും ഒന്ന് കാണിച്ചു തരാം, പിന്നെ ഈ സാധനങ്ങളും ഒന്ന് കാണിച്ചു തരാം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു റൂം ഒന്ന് കാണിച്ചു തരണം. കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ ആഗ്രയിലെടുത്ത റൂമിൻ്റെ ചെറിയൊരു റൂം ടൂറാണ് നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് റൂം. 1650 അല്ലേ? 1600 രൂപയ്ക്കുള്ള റൂമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. AC ഉണ്ട്, കുട്ടികൾക്ക് പ്രത്യേകം ബെഡുണ്ട് ഇവിടെ. കുട്ടികൾക്ക് പ്രത്യേകം ബെഡുണ്ട്, വലിയവർക്ക് പ്രത്യേകം ബെഡുണ്ട്. പിന്നെ വെളിയിലോട്ട് തുറക്കുന്ന വിൻഡോയുണ്ട്. തുറക്കൂ സീസേ. ഇത് ആ മോളിൽ കൂടെ പോകുന്നത് മെട്രോയാണ്. ഏറ്റവും വലിയ കിടില സംഭവം എന്ന് പറയുന്നത് ഇത് അങ്ങനെ തുറന്ന് എനിക്ക് എൻ്റെ റൂമിൽ ഇരുന്ന് എൻ്റെ വണ്ടിയാണ്. എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ കിടക്കുന്ന വണ്ടി. അപ്പോൾ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. എന്നിട്ട് ദാണ്ടേ നല്ല അടിപൊളി മെമ്മറി ഫോം മാട്രസ് അല്ലേ? മെമ്മറി ഫോം അല്ല, സ്പ്രിംഗ് മാട്രസ് ആണ്. നല്ലോണം ലൈറ്റ് കിടന്ന് ഫ്ലിക്കാകെന്ന് പറഞ്ഞ് ഫ്ലിക്കുന്നു. പിന്നെ ഇതിനകത്ത് എന്തിനുണ്ട്? ഫ്രിഡ്ജുണ്ട്, TV ഉണ്ട്. TV പക്ഷേ നമ്മൾ ഉപയോഗിക്കാറില്ല, ഇതുവരെ ഓണാക്കി നോക്കിയിട്ടില്ല. എന്നാലും TV ഉണ്ട്. ആവശ്യത്തിന് പ്ലഗ് പോയിന്റ്സ് ഉണ്ട്, എല്ലായിടത്തും പ്ലഗ് പോയിന്റ്സ് ഉണ്ട്. കെറ്റിലുണ്ട്, സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് റൂം. 1600 രൂപയ്ക്ക് ആഗ്ര പോലുള്ള ഒരു ഫേമസ് സിറ്റിയിൽ നമുക്ക് കിട്ടിയ റൂമാണ്. ഓബിയസ്ലി ഓക്കെ, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അത്യാവശ്യം എന്ന് പറയുമ്പോൾ ഒരു 90% വൃത്തിക്ക് മാർക്ക് കൊടുക്കാം അല്ലേ? 90% വൃത്തിക്ക് മാർക്ക് കൊടുക്കാവുന്ന ഒരു ബാത്റൂം ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ ആഗ്രയിൽ കിട്ടിയ റൂമിൻ്റെ ഒരു ടൂർ എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് മറ്റേ ലവട, അതായത് നമ്മുടെ നിർമ്മൽ അല്ലല്ലോ, എവിടെയായിരുന്നു? അതെ, നിർമ്മലിൽ വെച്ച് നമുക്കൊരു നെഗറ്റീവ് സംഭവിച്ചു എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സംഭവിച്ചത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ 1500 രൂപയ്ക്കാണ് റൂം എടുത്തത് അല്ലേ? അവിടത്തെ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, അത് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഒരു അബദ്ധം പറ്റിയത്. കാരണം നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് നമുക്ക് ഒരു സ്ഥലത്തും റൂം കിട്ടിയില്ല. അങ്ങനെ വന്ന് എടുത്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയും നമ്മൾ ഇത് നോക്കിയിട്ട് വേണ്ടാന്ന് കരുതി ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ മേ ബി കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതി എന്താ പറയുന്നത്, രണ്ടും കെട്ട അവസ്ഥയിലെടുത്ത ഒരു റൂമായിരുന്നു. അപ്പം ഒരു രക്ഷയില്ല. നമ്മൾ ഈ 7 ദിവസം 7 സ്ഥലത്ത് നമ്മൾ റൂം എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ബോറ് റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ റൂമിനെ കുറിച്ച് ആലോചിക്കാനേ വയ്യ. അന്ന് നിങ്ങളുടെ അടുത്തൊരു നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഞങ്ങളത് വീണ്ടും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാൻ വയ്യാഞ്ഞിട്ടാണ് വീണ്ടും
പറയണോ വേണ്ടേ. പക്ഷെ ഇത്രയും നല്ല റൂമൊക്കെ കണ്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഓക്കെ ഒബ്വിയസ്ലി പറയാതിരിക്കാൻ വയ്യ. ആ റൂമിന് വേണമെങ്കിൽ ഒരു 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാർത്ത് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഹൈജീൻ അല്ല. ഒന്ന് അവിടുത്തെ ബാത്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തരോ സ്മെല്ല് വരുന്നു അതിനകത്തുനിന്ന്. AC ഉണ്ട് റൂമുമായിട്ട്. കാരണം ഇത്രയും വലിയ റൂമല്ല, ഇതിനെക്കാളും നല്ല ചെറിയ റൂമായിരുന്നു. അപ്പം ബാത്റൂമിലെ സ്മെൽ നല്ല രീതിക്ക് നമുക്ക് കറക്റ്റ് ബെഡ്റൂമിന്റെ ഹെഡിലോട്ടാണ് ഡോർ തുറക്കുന്നത്. ഡോർ തുറക്കുമ്പോ നല്ല രീതിക്ക് നമുക്ക് സ്മെല്ല് അടിക്കുന്നത്. പിന്നെ AC പറയാതിരിക്കുന്നതാണ് നല്ലത്. AC അതല്ല പിറ്റെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് പുറത്ത് വന്നപ്പോ പുറത്ത് ഭയങ്കര ഫുൾ ടൈം നമ്മള് ഒരു 9 മണി മുതൽ രാവിലെ 7 മണി വരെ ഇട്ടിരുന്നിട്ട് പുറത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. AC ഹീറ്റർ ആയിരുന്നു തോന്നുന്നു. അമ്മാതിരി ഒരു സാധനം. കിടന്നിട്ടാണെങ്കിൽ മേളിൽ നിന്ന് മറ്റേ പരസ്യത്തില് കാണിക്കത്തില്ലേ വെള്ളം ലീക്ക് ആവാൻ നേരത്ത് മറ്റേ പുട്ടി അടിച്ചിരിക്കുന്ന സാധനമൊക്കെ ഇളകി പുറത്തുകൂടാ വീണു. എന്നിട്ട് അവരോട് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. അത് അവിടെ നിൽക്കുന്നവനാണെങ്കിൽ ആ ഒരു എറണം കെട്ടവൻ അവന്റെ അടുത്ത് 2 തവണ പറഞ്ഞു ഓക്കെ സാർ ഇപ്പൊ ശരിയാക്കി സാർ എന്ന് പറഞ്ഞ് റിമോട്ടൊക്കെ കൊണ്ടുവന്നു. പിന്നെ ചെന്ന് കയറിയപ്പോഴേ AC നോക്കി, AC ഓൺ ചെയ്തു, പക്ഷെ റിമോട്ട് ഇല്ല. പിന്നെ നമ്മൾ ചെന്ന് ചോദിച്ചിട്ടാണ് അവർ റിമോട്ട് തന്നത്. അപ്പോഴും റിമോട്ട് കൊണ്ട് വന്നപ്പോഴേ നമ്മൾ ആ പുള്ളിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഇത് അത്രയും സമയം ഇട്ടിരുന്ന്, എന്നിട്ട് കൂളിങ് വരുന്നില്ല. ഫുള്ള് AC റൂം എടുത്തിട്ട് നമ്മൾ ഫുള്ള് ചൂട്, നല്ല ചൂടിലായിരുന്നു കിടന്നത്. ഉറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും, പിള്ളേരും. പിറ്റേന്ന് നമ്മള് ഈ ആളിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പറയുന്നത് അതെന്താ ഇന്നലെ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം ശരിയാക്കി തന്നേനെ. ആ AC കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു 10-20 അതെ ഒരു പഴക്കമുള്ളതാണ്. അപ്പൊ അവർക്കറിയാം അത് മുമ്പേ വർക്കിംഗ് അല്ല എന്നുള്ളത്. എന്നിട്ട് അപ്പൊ പിറ്റേന്ന് നമ്മൾ ചെന്ന് ചോദിക്കാൻ നേരത്ത് ചുമ്മാ മുടന്ന ന്യായം പറഞ്ഞതാണെന്ന് അറിയാം. രാത്രിയിൽ ചെന്ന് പറയുന്നത് നമുക്ക് പിള്ളേർ ഉറങ്ങുകയും ചെയ്തു. അത് പോട്ട് നെഗറ്റീവ് എന്ത് പക്ഷെ നമ്മളിപ്പോ ഹാപ്പിയാണ്. അതിനുശേഷം എടുത്തല്ല റൂമുകളിലെല്ലാം ഞങ്ങൾ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ എടുക്കുന്ന റൂമുകൾ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ നല്ല രീതിക്ക് നോക്കി എടുക്കുന്നുള്ളൂ. ആ ഒരു സ്ഥലത്ത് എത്ര ഹോട്ടലുകൾ ഉണ്ട് എന്ന് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ പോയി നമ്മൾ നോക്കി കൺഫേം ചെയ്തിട്ട് മാത്രമേ ബുക്ക് ചെയ്യുന്നുള്ളൂ. അന്നത്തോടുകൂടി ഞങ്ങൾക്ക് മതിയായി ഗൈസ്, ഞങ്ങൾ പഠിച്ചു പോയി. കാരണം മെയിൻ കാര്യം നമ്മൾ നോർമലി വൈകിട്ട് റൂം എടുക്കുമ്പം നമ്മൾ ഇപ്പം കുളിക്കുന്നതാണെങ്കിലും രാവിലെ മോർണിംഗ് എണീറ്റ് ബ്രഷ് ചെയ്യുന്നത്, ബാത്റൂമിൽ പോകുന്നത് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. സീരിയസ് ആയിട്ട് ഞാൻ പറയണ, അന്ന് രാവിലെ ഞങ്ങൾ 6 മണിക്ക് ബ്രഷ് പോലും ചെയ്തില്ലേ. ബാത്റൂം തുറന്ന് മീൻസ് യൂറിൻ പാസ് ചെയ്യാൻ പോലും കയറിയില്ല, കുട്ടികൾ ഉൾപ്പെടെ. ബ്രഷ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ നേരെ എങ്ങനെയെങ്കിലും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് ഇതൊന്നും ചെയ്യാതെയാണ് ഞങ്ങൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ശരിക്കും ഓടെയാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞത് കഴിഞ്ഞു. നെഗറ്റീവ് അതെ നെഗറ്റീവ് അവിടെ കിടന്നോട്ടെ. നമ്മൾ ഇന്നിപ്പോ ആഗ്രയിൽ വന്നിട്ട് നമ്മള് കുറെ സ്ഥലത്ത് കറങ്ങി. നമ്മൾ കുറെ അത്യാവശ്യം കുറെ ഷോർട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനും കാര്യങ്ങളും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ലെതർ ഫാക്ടറി കണക്കത്തെ ഒരു സംഭവം, പിന്നെ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പ് കണക്കത്തെ ഒരു സംഭവം, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് പോയത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞോളട്ടെ, ഈ നമ്മളെ നോർമൽ സ്ട്രീറ്റ് ഷോപ്പിൽ നിന്ന് അതായത് നമ്മളിങ്ങനെ റോട്ടേ പോകാൻ നേരത്ത് കാണുന്ന ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വില കുറച്ച് കിട്ടും. എസ്പെഷ്യലി സ്വീറ്റ്സ് ഇതിനെക്കാട്ടി വില കുറച്ച് കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. പക്ഷെ ലെതർ സാധനങ്ങളെല്ലാം അത്യാവശ്യം വാർത്ത സാധനങ്ങളാണ്. അതെ, നമുക്ക് എന്തൊക്കെയാണ് മേടിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഈ സ്വീറ്റ്സിൽ നിന്ന് തുടങ്ങിയാലോ? ഓക്കെ, ആദ്യം ഈ സാധനം, ഇതിന്റെ പേര് എനിക്ക് എന്തിനാന്ന് അറിയത്തില്ല. എന്തിനായിരുന്നു ഇത്? ഇത് ശരിക്കും നമ്മള് മിക്സ്ചറിനകത്ത് ഇടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ നീളത്തിന് വരുന്ന ഒരു സാധനം. അത് മിക്സ്ചറിനകത്ത് ഇടുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ചേർത്ത് കുറച്ചുകൂടി എരിവുള്ള ടൈപ്പിലല്ലേ. ഇത് ജസ്റ്റ് അത് മാത്രം. എന്തോ നമ്മളവിടെ വേറെ ഒരു പേര്, എന്തോ ഒരു പേര് പറയും. സംഭവം ഇതാണ്, ആ ഒരു മിക്സ്ചറിന്റെ കൂവപ്പൊടിയാ, അതാണ് ഓമപ്പൊടി. അതല്ല ഓമപ്പൊടി. അപ്പൊ അതിന്റെ കൂടെ മറ്റേ ട്രിവാൻഡ്രം ആ ഒരു ഏരിയയിലൊക്കെ ഓമപ്പൊടി എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു യെല്ലോ കളർ സാധനം മാത്രമായിട്ട് കിട്ടും. ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഉഴുന്നു, എന്തോ ഒരു സംഭവം. എന്തായാലും അത്യാവശ്യം കുറെ സംഭവങ്ങളുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. അതെ, ഇത് ആ ഷോപ്പിൽ നിന്ന് മേടിച്ചത് 250 രൂപയ്ക്ക് അല്ലേ? അതെ, 250 രൂപയാണ്. ഇത്തിരി ഓവർ പ്രൈസ്ഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് കേട്ടോ. എന്നാലും സാധനം ഓക്കെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് ഇത് എന്തെങ്കിലും കഴിക്കും, അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. രണ്ടാമത്തത് നമ്മുടെ ആഗ്രയുടെ സ്വന്തം പേട്ട എന്ന് പറയുന്നത് കുമ്പളങ്ങയ്ക്കകത്ത് പഞ്ചസാര ഇട്ട് കലക്കിയിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവമാണ്. നല്ല ഫ്രഷ് പേത്ത. ഇതും ഒരു പാക്കറ്റ് 250 ആയിരുന്നു.
അടുത്തത് അതെ 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 ഇത് കുട്ടികൾ പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്. ഇവര് സാമ്പിള് കൊടുത്തിട്ട് കടയിൽ പോയപ്പോഴും ഒന്ന് കഴിച്ചായിരുന്നു. കഴിച്ചു നോക്കിയപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അപ്പൊ ഇവര് എനിക്ക് മേടിച്ചു തന്നിട്ടുണ്ട് തോന്നി. ഇതാ ഈ സാധനം. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറയണത് പേത്തയുടെ തന്നെ സ്മോൾ ക്യൂബ്സ് ആണ്. പക്ഷെ ഡിഫറെന്റ് ഫ്ലേവേഴ്സ് ആണ്. ഗ്രേപ്സ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ലെമൺ ഉണ്ട്, പിന്നെ പിസ്ത ആയിരിക്കും പച്ച സംഭവം. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ബോക്സ് ആണ്. ഇതും 250. അപ്പം മൊത്തം 750 രൂപയാണ് സ്വീറ്റ്സിന് മാത്രമായിട്ടായത്. നമ്മളിപ്പോ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ കയറിയില്ലായിരുന്നു, ലഞ്ച് കഴിക്കാൻ കയറി. അവിടെ നിന്ന് നമുക്ക് ഇതിന്റെ ഓരോ പീസ് തന്നായിരുന്നു. ഓരോ പീസ് തന്ന് നമ്മൾ കഴിച്ചു. ഞങ്ങള് മുന്നേ കഴിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കിട്ടും, നമ്മുടെ സ്ഥലത്ത് കിട്ടും. ഇവരവിടെ നിന്ന് കഴിച്ച് ഇവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ചെറിയ ചെറിയ ക്യൂബ്സ് ആകുമ്പോൾ കുറച്ചുകൂടി, മറ്റേത് കുറച്ചുകൂടി കട്ടിയായിരുന്നോണ്ട് ഇവർക്ക് ഉള്ളിൽ കഴിച്ചിട്ട് എന്തോ പോലെ ചെറിയ ചെറുതായപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അവർ സാമ്പിൾ കൊടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ മേടിച്ചത്. പിന്നെ നമ്മൾ ലെതർ ഷോപ്പിലാണ് കയറിയത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മേടിക്കണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മേടിക്കാനുള്ള കാശ് ഉണ്ടായിരുന്നില്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ജാക്കറ്റ് ഉണ്ടല്ലോ, ലെതർ ജാക്കറ്റ്, 1600 ആ റേഞ്ചിനൊക്കെ അടിപൊളി ജാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ മേടിച്ച സാധനങ്ങളെന്ന് പറയണത് നമ്പർ 1 ലെതർ ഷൂസാണ് ലേഡീസിനുള്ളത്. ഇവർക്ക് ഈ പാർട്ടി വെയറിൻ്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അത്യാവശ്യം ക്ലാസിക് ലുക്കുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് നോക്കി നല്ല ലുക്ക് കേട്ടോ, അടിപൊളി ലുക്ക്. നമ്മള് കാലിൽ ഇടുമ്പോ ഇത് ജസ്റ്റ് ഇവര് ആദ്യം കാണിച്ചപ്പം ചെറിയൊരു ഹീല് കണ്ടപ്പോ ഞാൻ കരുതി നമുക്ക് ചിലത് ഇടുമ്പോ കാല് വേദനിക്കുന്ന ഒരു ഹീലുണ്ടല്ലോ, ഇച്ചിരി വെയിറ്റ് വരുന്ന. അപ്പൊ അങ്ങനത്തെ ആണെന്ന് കരുതി ഒരു വേണോ വേണ്ടേന്ന് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇട്ട് നോക്കിയപ്പോ സംഭവം സൂപ്പർ, അടിപൊളി, നല്ല സോഫ്റ്റ്, നമുക്ക് ഇട്ട് നടക്കാൻ നല്ല കംഫർട്ട്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഒരു ബാഗാണ്. ലേഡീസിന് വീക്ക്നെസ് ആണല്ലോ ഈ ഒരു സാധനം പറയുന്നല്ലേ. പിന്നെ ഞാൻ കരുതിയത് നമ്മുടെ സ്ഥലത്ത് നമ്മൾ ഇത് വാങ്ങിക്കുന്നുണ്ട്. പക്ഷെ ഒരു വർഷം 2 വർഷം കൂടുമ്പോൾ എന്തായാലും നമുക്കിത് മാറ്റേണ്ടി വരും. നമ്മൾ ഒന്നിൽ കൂടുതൽ ബാഗ് വാങ്ങിക്കും. നമ്മൾ എന്തായാലും നമ്മൾ പുറത്ത് പോകുമ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് പോകുമ്പോൾ ടവല്, പേഴ്സ്, ഫോണ് ഇതെല്ലാം കൂടി ഇടുന്നതാ. നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ എന്തായാലും ഒരു 6 മാസമൊക്കെ കൂടുമ്പോൾ മേടിക്കും. കാരണം ഈ വള്ളിയൊക്കെ പെട്ടെന്ന് പൊട്ടും. അപ്പം ഇവിടെ നിന്ന് ഇപ്പം ചേട്ടൻ തന്നെ പറഞ്ഞു ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ എന്തായാലും 10 വർഷം വരെ നമുക്ക് യൂസ് ചെയ്യാന്ന്. യൂസ് ചെയ്തിട്ട് ഉള്ള അനുഭവസ്ഥരാ പറഞ്ഞത് കൊണ്ടാണ് ഓക്കെ ഞാനും വിചാരിച്ച്. കാരണം ഞാനൊരു 10-12 വർഷം മുന്നേ ആഗ്രയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ മേടിച്ച കുറെ സാധനങ്ങൾ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ എങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കാം. 10 വർഷത്തേക്ക് ഇനി ഒരു ബാഗ് മേടിക്കണ്ടല്ലോ. അതാണ് രണ്ടാമത്തെ ഐറ്റം. ഇത് 750, സെയിം ഇതിന് 750. അപ്പൊ ഞാൻ 10 വർഷം ഇത് യൂസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതെ, 10 വർഷം കഴിഞ്ഞിട്ട് വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒന്നുകൂടെ നമ്മള് എന്തോ പറയുന്നത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് 6 മാസം കഴിഞ്ഞ് നമുക്ക് ഒന്നുകൂടെ 6 മാസം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല, കാരണം കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്നില്ലല്ലോ. എന്തായാലും നോക്കാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് പേഴ്സ് മേടിച്ചു. ഇത് നമ്മുടെ അളിയന്മാർക്ക് ആണ് കേട്ടാ. എനിക്ക് ഒരു 3-4 അളിയന്മാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെയാണ്, കസിൻസ് അളിയന്മാർക്ക് വേണ്ടിയിട്ട് കുറച്ച് പേഴ്സ് മേടിച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ്. ഇതിനകത്ത് ഈ 3 പീസ് 200 പെർ ഈച്ച്. ഇതെന്ന് പറയണത് ഇത്തിരി റേറ്റ് കൂടിയ സാധനമാണ്. ഇത് കുറേ നല്ല പോക്കറ്റും സിബും കാര്യങ്ങളും ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ടച്ച് ചെയ്യാൻ നേരത്തെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന് 600 റുപ്പീസ് ആയിരുന്നു, 600 രൂപയായിരുന്നു അതിന്റെ റേറ്റ് കേട്ടോ. 3 അളിയന്മാരേ ഉള്ളേ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ചത് 2 സാരിയാണ്. എഗെയിൻ കഴിഞ്ഞ തവണ ഞാൻ ആഗ്രയിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മയ്ക്ക് 2 സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത്തവണയും മേടിച്ചത്. നല്ല അതെ, ഇത്തവണ അമ്മായിയും ഉണ്ട്. ഇത് ഭയങ്കര ലൈറ്റ് ആണ് സാധനം. എത്ര തവണ വാഷ് ചെയ്ത് കഴിഞ്ഞാലും കളർ എത്ര കണക്ക് തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഒരു വിരലിലൊക്കെ ഇത് ചുമ്മാ ഇങ്ങനെ പൊക്കി കളിക്കടാ. പേപ്പർ തിന്ന് അത്രയും ഒരു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടാ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പ്രിസണേഴ്സ് ഉണ്ടല്ലോ, കിടക്കുന്നവര് ഈ ചപ്പാത്തി മേക്കിംഗ് അല്ലേ അവര് ചെയ്യുന്നത്. അപ്പൊ ഈ നാട്ടിൽ ഇവിടെ ഡൽഹിയിൽ അല്ല, ഈ ആഗ്രയില് ഈ ജയിലിൽ കിടക്കുന്നവര് അവര് അവിടെ ഇരുന്ന്
ഉണ്ടാക്കുന്നതാണ് ഈ സാരി. ഈ സാരിയും കാര്യങ്ങളും. എന്തൊക്കെ എന്ത് മെറ്റീരിയലാണ്? ഇതിപ്പോ നമ്മൾ മേടിച്ചിരിക്കുന്നത് ബനാന ഫൈബർ ആണ്, വാഴയുടെ ഫൈബർ. ഓക്കെ, വാഴയുടെ ഫൈബർ. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കണ്ടാണ് അവർ പറയുന്നത്. മേ ബി സിന്തറ്റിക് ആവാം, അതെനിക്ക് അറിയത്തില്ല. പക്ഷേ അഗൈൻ ഈ സെയിം സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാരി. അതിൽ ഞാനും ഗ്യാരണ്ടിയാണ് അമ്മ ഇപ്പോഴും ആ സാരി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും കണ്ടാലും നമുക്ക് ഫ്രഷ് ആയിട്ട് ഇപ്പൊ വാങ്ങിച്ച ഒരു ഫീലേ വരത്തുള്ളൂ. 12 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിച്ചാണെന്നൊന്നും ആരും പറയത്തില്ല കേട്ടോ. അമ്മയാണെങ്കിൽ കണ്ടിന്യൂസ് അങ്ങനെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്നതും അല്ല. അമ്മ മിക്കപ്പോഴും എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഉടുക്കാൻ ഭയങ്കര കംഫർട്ടും ആണ്, ഉടുത്തോണ്ട് നടക്കാൻ. അതുകൊണ്ട് അമ്മ മിക്കപ്പോഴും എവിടെ പോയാലും ഇത് തന്നെ ഉടുക്കും. ആ ഒരു സാരി എപ്പോഴും ഉടുക്കുന്നതിനെ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് വലിയ ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കണ്ട. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഒരു പാവപ്പെട്ട ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു. അതെ, അപ്പം പുള്ളിയുടെ നിന്ന് മേടിച്ചതാണ്. 50 രൂപയുള്ളൂ. വാങ്ങിച്ചിട്ട് പുള്ളിയുടെ ഒരു സാധനം 30 രൂപയുള്ളൂ. 30 രൂപ, എല്ലാം കൂടെ 50 രൂപ. ഇതും 2 കീ ചെയിനും കൂടി. അപ്പൊ ഇത്രയും വില കൊടുത്ത് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട് ഈ ഒരു സാധനം നമ്മൾ എവിടെ നിന്ന് മേടിച്ചില്ലെന്നുണ്ടെങ്കിൽ വെറും പിന്നെ മോശമല്ലേ. അപ്പൊ ഇതെന്ന് പറയുന്നത് വെറും 30 രൂപയുള്ളൂ ഈ സാധനം. ഭയങ്കര മെമ്മറി ആയിട്ട്. അതെ, ഇത് 30 രൂപ. അവര് കീ ചെയിൻ മേടിച്ചായിരുന്നു, അതിന് 10 രൂപ വെച്ച്. ഈ സെയിം സാധനത്തിന്റെ ചെറുത്. പുള്ളിക്ക് ശരിക്കും പറഞ്ഞത് കുറച്ചുകൂടെ റേറ്റ് ഇട്ട് കൊടുക്കാം. അതെ, കാരണം ഇതേ സെയിം സാധനങ്ങള് നമ്മൾ അല്ലാതെ അവിടുത്തെ ഷോപ്പുകളിൽ കണ്ട്, സ്ട്രീറ്റ് ഷോപ്പുകളിൽ. ഇത് പുള്ളി കൊണ്ട് നടന്ന് വിൽക്കുന്നതാണ് കേട്ടോ. പുള്ളിയുടെ കയ്യില് പുള്ളി ഒരു കടയോ അങ്ങനെ ഒന്നും അല്ല. പുള്ളി അവിടെ ഫുള്ള് നടന്ന് ഈ കണ്ണ് കാണാഞ്ഞിട്ട് നടന്ന് വിൽക്കുന്നതാ. ഷോപ്പുകളിൽ ഇതിന് വില ഇട്ട് അവർ കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് പുള്ളീനെ കണ്ടപ്പോഴും പാവം തോന്നി. പിന്നെ നമ്മളത് മേടിച്ചില്ലെങ്കിൽ വരും നമുക്ക് തന്നെ ഒരു മനസ്സാക്ഷി. പക്ഷെ സംഭവം കൊള്ളാം, അത്യാവശ്യം കുഴപ്പമില്ല. നമ്മളൊരു ഷോക്കേസ് പീസ് ആയിട്ട് വെക്കാനായിട്ട് നമ്മൾ ഇവിടെ വന്നതിന്റെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് ഇത് വെച്ചിരിക്കാം തീർച്ചയായിട്ടും. അപ്പൊ അത്രയൊക്കെയാണ് നമ്മൾ മേടിച്ചത്. അത്രയല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ നമ്മള് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മൾ ഓട്ടോ ചേട്ടന് സൂപ്പർ ആയിരുന്നു. അതെ, പുള്ളിക്കാരനാണ് നമ്മൾ ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചത്. ആ പ്രയോറിറ്റി വെച്ചിട്ട്, അതായത് ഇപ്പം ഏത് സ്ഥലത്ത് എപ്പോഴൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന്. അതെ, അതും പിന്നെ ഫുഡ് കഴിക്കാൻ കൊണ്ടുപോയ സ്ഥലം അടിപൊളിയായിരുന്നു, നൈസ് സ്ഥലമായിരുന്നു. പിന്നെ നമ്മള് പറഞ്ഞ് നമ്മളെ ഇങ്ങനത്തെ ടൈപ്പ് ഫുഡാണ് വേണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിനനുസരിച്ച് പുള്ളിക്കാരൻ നമ്മളെ കറക്റ്റായിട്ട് കൊണ്ടുപോയി. അപ്പം ഓട്ടോ ചേട്ടന് 1000 രൂപ കൊടുത്തു. ഒരു മുട്ടം താങ്ക് യു കേട്ടാ. പുള്ളിക്കാരൻ അടിപൊളിയായിരുന്നു. ആദ്യമേ വണ്ടി എടുക്കാൻ നേരത്തെ 800 രൂപയാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 1000 രൂപ ചോദിച്ചു, 1000 രൂപ കൊടുത്തു. കാരണം നമുക്കത് വർത്താണെന്ന് തോന്നി. ഏകദേശം 6 മണിക്കൂർ അല്ലേ? 10:30 നമ്മള് കേറിയതാണ്. 6 മണിക്കൂർ നമ്മള് പോയ സ്ഥലത്തെല്ലാം പുള്ളി വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ കിടക്കുകയായിരുന്നു. ആ സ്പോട്ടിൽ തന്നെ നമ്മള് തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആ സ്പോട്ടിൽ തന്നെ പുള്ളി കാണും. നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു സിറ്റിയിലൊക്കെ വന്നിട്ട് ഇതൊക്കെ ഇത്രയൊക്കെ കൂടിപ്പോയ ഇത് കണക്കത്തെ ഒരു ഓട്ടം കൂടെ ഇന്നൊക്കെ ഓടാൻ പറ്റുമായിരിക്കും. ഒരു ദിവസം അപ്പൊ കൂടിപ്പോയ 1200 1400 രൂപ പുള്ളിക്കാരനെ ഒപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് അതിനകത്ത് എത്ര രൂപ പെട്രോൾ അടിക്കണം വണ്ടിയിൽ. അപ്പൊ എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ലാഭം നോക്കി കഴിഞ്ഞാൽ 500 രൂപ കിട്ടിയാലേ അല്ലേ. അപ്പം ചൂടത്തെ അപ്പം ശരി. അപ്പൊ അതൊക്കെയാണ് നമ്മൾ മേടിച്ച സാധനങ്ങള്. അപ്പൊ ഇന്നിനി രാത്രി നമ്മൾ ചെറുതായിട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങും. ചിലപ്പോ ഇറങ്ങുവാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡാണ് കഴിക്കുന്നെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പം റൂം ടൂറും കാര്യങ്ങളോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് അറിയാൻ ആഗ്രഹമുള്ള വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കണം. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ എന്തിനാ കാണിക്കുന്നതെന്ന് വിചാരിക്കും. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്ത് നമുക്ക് ഇതുപോലെ കമന്റ് വന്നായിരുന്നു, നിങ്ങൾ എടുക്കുന്ന റൂമിനെ കുറിച്ചൊക്കെ ഒന്ന് കാണിക്കോ. അപ്പൊ നമ്മളും ഫസ്റ്റിലേക്ക് വിചാരിച്ച റൂമൊക്കെ വേണോ കാണിക്കേണ്ടതുണ്ടോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ചോദിക്കും, ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും പറഞ്ഞു. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പൊ ഇനി വൈകുന്നേരം കാണാം. ടാറ്റ. ഈവനിങ് നമ്മളൊരു ഫുഡ് സ്ട്രീറ്റിൽ ഫുഡ് കഴിക്കാനും പിന്നെ കുറച്ച് കാര്യങ്ങൾ മേടിക്കാനുമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം കൂടെ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി ഇപ്പം തന്നെ. ഓക്കെ, അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.